നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വാമി, ഞാനിപ്പോ തന്നെ കുറിച്ച് ആലോചിച്ചേ ഉള്ളൂ. അതാണ് സ്വാമി, ആരെപ്പ ആലോചിച്ചാലും ആ നിമിഷം പ്രത്യക്ഷപ്പെടും. ഞാൻ ഇന്നൊരു കാഴ്ച ഉണ്ട്. കാണല് മാത്രല്ല, ഞാനത് ഷൂട്ടും ചെയ്തു. എൻ്റെ മൊബൈൽ ഫോണിൽ അത് കിടക്കുന്നുണ്ട്. എന്താ സ്വാമി, ബോംബാണോ? നമ്മുടെ അക്ഷരയും വിശാലും കൂടി ഒരുമിച്ച് ഒരിടത്തിരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അവർ തമ്മിൽ നല്ല വഴക്കല്ലേ. അതുകൊണ്ടാണല്ലോ ആ കാഴ്ചക്ക് പ്രസക്തി ഉണ്ടാവുന്നത്. ശത്രുക്കളായിരുന്നവർ പെട്ടെന്ന് മിത്രങ്ങളായി. അല്ലെങ്കിൽ അതിന്റെ കാരണം എന്ത്? മിത്രങ്ങൾ മാത്രമാണോ, അതോ പഴയ ബന്ധം പൊടി തട്ടിയെടുക്കാനുള്ള ശ്രമമാണോ? അങ്ങനെയെങ്കിൽ ആ വിവരവും നിരഞ്ജന അറിയാമോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട് മാഡം. സ്വാമി, താൻ നിസ്സാരക്കാരനല്ല. താനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആവേണ്ട ആളായിരുന്നു. ആയിരുന്നെങ്കിൽ ഇതുപോലെ പലതും താൻ പുറത്തു കൊണ്ടുവന്നേനെ. എനിക്കത് കണ്ടപ്പോ ദേഷ്യം തോന്നി. പാവം ജയശങ്കർ സാറിന്റെ മുഖത്തടിക്കണ പോലുള്ള പരിപാടിയാണല്ലോ അക്ഷരപ്പ ചെയ്തത്. സംശയമുണ്ടോ? ഈ വാർത്ത അറിഞ്ഞ ജയശങ്കർ ചങ്ക് പൊട്ടിച്ചാവും. എന്ന് വെച്ച് അറിയിക്കാതിരിക്കാൻ പറ്റുമോ? അവൾ അങ്ങനെ ആളാവുന്നത് ശരിയല്ലല്ലോ. സാറും അറിയണം, നിരഞ്ജൻ ഡോക്ടർ അറിയണം. നിരഞ്ജൻ അറിഞ്ഞു കാണും. നിരഞ്ജന്റെ സമ്മതത്തോടായിരിക്കും അവർ തമ്മിൽ കണ്ടത് എന്നെനിക്ക് തോന്നുന്നില്ല മാഡം. എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞു നാറുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ മാഡം വിചാരിച്ചാൽ സാധിക്കും. എങ്ങനെ? ഞാൻ ഈ വീഡിയോ മാഡത്തിന് അയച്ചു തരാം. കാണേണ്ടവർക്ക് മാഡം അത് അയച്ചു കൊടുക്കണം. സാറ്, നിരഞ്ജൻ രണ്ടുപേരും ഈ വീഡിയോ കാണണം. അത് ഞാൻ ഏറ്റു. അതുകൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട്. ഇവരുടെയൊക്കെ പുറകില് ഞാനുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. എന്നെ കുറെ കൂടി അവർ പേടിക്കും. എന്നാ അയക്കാം മാഡം. താൻ ആ വീഡിയോ അയക്കും. അക്ഷരേ, അക്ഷരേ, അക്ഷര. അക്ഷര ഇവിടെ ഇല്ല. എവിടെ പോയി? പുറത്തു പോയതാ. എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. ഫോൺ എടുക്കുന്നില്ല. ചിലപ്പോ യാത്രയിലായിരിക്കും. തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ വിവരം ഭർത്താവിനെ വിളിച്ചറിയിക്കും. ഇവിടെയുള്ളവർക്ക് സ്വാതന്ത്ര്യം കുറച്ച് കൂടിപ്പോയി. അതിന്റെ കാരണക്കാരൻ ആരാണെന്ന് അറിയാമല്ലോ, നിരഞ്ജനെ. അതിനിപ്പോ എന്ത് സംഭവിച്ചു എന്നാ? ഒന്നും സംഭവിക്കാതിരിക്കാനാ പറയുന്നത്. എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ആ വിവരം നിരഞ്ജനെ വിളിച്ച് അറിയിച്ചാലെന്താ അവൾക്ക്? സാരമില്ല, ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയാം. പറഞ്ഞ അനുസരിക്കാൻ പോകുന്ന ഒരാള്. നിരഞ്ജൻ, അച്ഛനമ്മമാര് സ്വതവേ സ്വന്തം മക്കളുടെ ഭാഗത്ത് നിൽക്കുക. എനിക്ക് എൻ്റെ മോളെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അധികം സ്വാതന്ത്ര്യം അവൾക്ക് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. അതവൾ ദുരുപയോഗം ചെയ്യും. ഭാവിയിലത് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. സൂക്ഷിച്ചാൽ അതെല്ലാവർക്കും കൊള്ളാം. എന്തിനേട്ടാ വെറുതെ അവന്റെ മനസ്സിൽ തീ കോരിയിട്ടത്?
പറയാതെ ഒന്ന് പുറത്തുപോയി. അത്ര വലിയ തെറ്റാണോ അക്ഷര ചെയ്തത്? ആണിന്റെ മനസ്സിൽ ഒരിക്കലും ഒരു തീപ്പൊരി വീണാ മതി, പിന്നെ അത് ആളിപ്പടരും. ഏട്ടൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. നാളെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നത്. മുള്ളുകൊണ്ടെടുക്കേണ്ടത് അവസാനം തൂമ്പ കൊണ്ടെടുക്കാനുള്ള അവസരം ഉണ്ടാവരുത്. ഏട്ടൻ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ചെയ്തതൊട്ടും തന്നെ ശരിയായില്ലെന്നേ ഞാൻ പറയും. നിരഞ്ജൻ ഒരു പാവമായതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. നിരഞ്ജന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു ആണായിരുന്നെങ്കിൽ ഇന്ന് തുടങ്ങിയേനെ അക്ഷരയുടെ കഷ്ടകാലം. ഞാൻ വേണമെങ്കിൽ ഏട്ടന്റെ കാല് പിടിക്കാം. അക്ഷരയെ ശത്രുവായി കാണുന്ന ഏട്ടന്റെ ഈ മനസ്സുണ്ടല്ലോ, അതൊന്ന് മാറ്റിവെക്കും. അല്ലെങ്കിൽ നശിക്കാൻ പോകുന്നത് സ്വന്തം മകളുടെ തന്നെ ജീവിതമായിരിക്കും. അപ്പൊ പരസ്യമായിട്ട് കാണാൻ തുടങ്ങി. അതെ, തുടങ്ങി. അതിനെന്താ? നീ ഒന്ന് വന്നേ, എനിക്കൊന്ന് സംസാരിക്കണം. വരാൻ വന്നേ. എന്താ നിനക്ക് നാണമില്ലേ? പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാ ഞാൻ. എന്നോട് വന്ന് ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ നിന്നെ പോലെ ഇതുപോലുള്ള തോന്നിയാസങ്ങൾ കാണിക്കാറില്ല. ആ വാചകം ഒന്നുകൂടെ ഒന്ന് പറയാമോ? എന്തിനാ വെറുതെ പഴയതൊക്കെ എടുത്തിട്ടാൻ എന്നെ നിർബന്ധിക്കുന്നത്? നാറും. നിങ്ങൾ നാറുന്ന പോലെ എന്തായാലും ഞാൻ നാറില്ല. കാരണം നിങ്ങൾ ചെയ്ത അത്രയും വൃത്തികേട് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. പൊന്നുമണി, ഇത് അപകടമാണ്. നിന്റെ ജീവിതത്തെ തന്നെ ഇത് ബാധിക്കും. ബാധിച്ചോട്ടെ, അതിനെന്താ പ്രശ്നം? എന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കില്ലാത്ത ഉത്കണ്ഠ എന്തിനാ നിങ്ങൾക്ക്? അതിന്റെ ആവശ്യം എന്താ? നിനക്ക് എന്തെങ്കിലും പറ്റിയാ അത് ഞങ്ങളും കൂടെ അനുഭവിക്കണ്ടേ പൊന്നുമണി? വേണ്ട, എനിക്ക് എന്തെങ്കിലും പറ്റിയാ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമായിരിക്കും. ഒരാളും തിരിഞ്ഞു പോലും നോക്കണ്ട. ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഒരാളും അന്വേഷിച്ചു വന്നില്ലല്ലോ. ഇപ്പോ ശരവണൻ എന്റെ ജീവിതത്തിൽ വന്നപ്പോ നിങ്ങൾക്കൊക്കെ പ്രശ്നം. ശരി, ഞാൻ ശരവണനെ വേണ്ടാന്ന് വെക്കാം. പകരം ഞാൻ ആഗ്രഹിക്കുന്ന ആളെ എനിക്ക് തരാൻ പറ്റുമോ? ഞാൻ ആഗ്രഹിക്കുന്ന ആളെ തന്നെ തരണം. തരാമോ? അത് പിന്നെ തരാൻ പറ്റില്ലല്ലേ? അപ്പൊ ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ വരരുത്, അതെനിക്കിഷ്ടമല്ല. ഇങ്ങനൊന്നും പറയില്ലേ പൊന്നുമണി. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ അടക്കമുള്ളവർ ഓരോന്ന് പറയുന്നത്. ആ നന്മ എനിക്ക് ആവശ്യമില്ലെന്നേ. എനിക്കാവശ്യം ശരവണനെ പോലെ ഒരു പാർട്ട്ണറെ.